ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികളാണ് കേട്ടോ പരിചയപ്പെടുന്നത്. എൻ്റെ വീട്ടിലത്തെ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ക്രോട്ടൺ ചെടികളാണ്. ക്രോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലച്ചെടികളിലെ ഒരു വെറൈറ്റിയാണ്. ഇത് ഇത്തിരി വലിപ്പമുള്ള ഇലകളുള്ള ഒരു ചെടിയാണ്. നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ടുള്ള ലീഫാണ് വരുന്നത്. ഇതാണ് ഒരു വെറൈറ്റി ഉള്ളത്. പിന്നെ ഇത് രണ്ടാമതൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടാലറിയാം, ഒരു പ്രത്യേക തരം ഷേപ്പിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ തുമ്പ് കുറച്ച് നീണ്ട് അതിൻ്റെ അപ്പുറം രണ്ട് ഇലകൾ, അതിൻ്റെ നടുവിലത്തെ ഇലകളുടെ ഒപ്പത്തിനില്ലാതെ തന്നെ അങ്ങനെ ഒരു പ്രത്യേക തരം ഷേപ്പിലാണ് ഈ ഒരു ലീഫ് ഉള്ളത്. ഇത് നല്ല വെയിലത്ത് വയ്ക്കണ്ടല്ലോ, നല്ല മഞ്ഞ കളറായിട്ട് വരും. ഇത്തിരി വെയിൽ കുറവായതുകൊണ്ടാണ് മഞ്ഞ കളർ ഇല്ലാത്തത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി എന്ന് പറയുന്നത്. ഇത് നല്ല വെയിലത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് റെഡും അതുപോലെ തന്നെ ഗ്രീൻ, യെല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന എന്താ പറയുക, അധികം വീതി ഇല്ലാത്ത ഇലകൾ ഉള്ള ഒരു തരം ക്രോട്ടൺ. ഇത് അടുത്ത തരം ക്രോട്ടനാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന, സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ക്രോട്ടനാണ്. ഇതിൻ്റെ ഇലയും കണ്ട കുറച്ച് തുമ്പ് കൂർത്ത് അതിൻ്റെ രണ്ട് ഇലകൾ കുറച്ച് താഴോട്ട് ഇറങ്ങി അങ്ങനെ പ്രത്യേക തരം ഷേപ്പുള്ള ഒരു ക്രോട്ടനാണ്. ഇത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും നാം കണ്ടിട്ടുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, ഒരു പ്രത്യേക തരം ഇലയാണ് ഇത്. ഇതേപോലെ തന്നെ മഞ്ഞ ഡോട്ടായിട്ടുള്ള, അതായത് ഗ്രീനിലിങ്ങനെ യെല്ലോ ഡോട്ടായിട്ടുള്ള ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിൻ്റെ ഒരു ക്രോട്ടനാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഷേപ്പൊക്കെ അതിനേക്കാളും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇല കുറച്ച് കയറി ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് കണ്ട, നമ്മൾ സാധാ ഇലകൾ എങ്ങനെയാണോ, സാധാരണ ചെടികളുടെ ഇലകളൊക്കെ എങ്ങനെയാണ് അതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. കണ്ട, ഇതിലങ്ങനെ തന്നെ ഗ്രീനിൽ യെല്ലോ ഡോട്ടായിട്ടുള്ള ഒരു ചെടിയാണ്. ഇനി ഒരുപാട് ക്രോട്ടൻ്റെ വെറൈറ്റീസ് ഉണ്ട്, ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കളക്ഷനൊക്കെ ആയതിനു ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രോട്ടൺ എന്ന് പറയുന്നത്. ഇത് വെയിലത്താണ് ഇരിക്കുന്നത്, അപ്പോൾ അതിന് മഞ്ഞ കളർ കണ്ടില്ലേ അത് വരുന്നത്. ഈ മഞ്ഞ കളർ വരുന്നത് ഇത്രയും വെയിലത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും മഞ്ഞയായിട്ട് വരുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്രോട്ടണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇനമാണ് ഇത്, വെറൈറ്റിയാണിത്. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ക്രോട്ടൺ വെറൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും കൂടുതൽ വെറൈറ്റി ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.